എന്താണ് ഈ സ്ത്രീ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളിനെ വ്യക്തിഹത്യ ചെയ്ത്, അതും സോഷ്യൽ മീഡിയ വഴി വ്യക്തിഹത്യ ചെയ്ത് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടു. ഒരിക്കലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ വുമൺ കാർഡ് യൂസ് ചെയ്തിട്ട് ഈ നിയമത്തിന്റെ പരിധിയിലൂടെ രക്ഷപ്പെടാൻ പാടില്ല, രക്ഷപ്പെടുത്താൻ പാടില്ല. സ്വാഭാവികമാണ്, തിരക്കുള്ള ബസ്സാണ്. നമ്മൾ വിചാരിക്കും പോലെ എൻ്റെ ഒരു 10 അടി നീളത്തിൽ 2 അടി നീളത്തിൽ നിൽക്കുന്നൊന്നും പറഞ്ഞാൽ അവിടെ നടക്കില്ല. ഇനി അങ്ങനെയുള്ളവർ പ്രൈവറ്റായിട്ട് വണ്ടി വിളിച്ച് പോകണം. അല്ലെങ്കിൽ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ എല്ലാവരോടും ഇയാളിനോട് അപമര്യാദയെ പെരുമാറി. വായിൽ നാക്കില്ലേ, വീഡിയോയിലൊക്കെ ചിലക്കാനുണ്ടല്ലോ, അതുപോലെ പറയണം എന്നോട് ഇതുപോലെ അപമര്യാദ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറയണം. അത് പറ്റാതെ അങ്ങോട്ട് പോയി വല്ല പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോയി വരച്ചിട്ട് ഇയാൾ എന്നെ വരച്ചിന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് വൈറലാക്കണേ. ഇങ്ങനെയൊക്കെ എന്താ വിചാരിച്ചത്? ചോറ് തിന്നണ ഏതൊരാൾക്കും അറിയാൻ പറ്റും. ഫസ്റ്റ് വീഡിയോയിൽ ആരിനെയാണ് ഒരാളിനെ എയിം ചെയ്തിട്ട് അയാളെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. അതിൽ കാര്യമായിട്ട് എനിക്കൊരാളിനെ പോയി മുട്ടുന്നതായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇതൊരു ബാഗാണ് വയ്ക്കുക. ഇത് താഴത്തേക്കല്ലേ നമ്മൾ സാധാരണ ഇറങ്ങുമ്പോഴേക്ക് പിടിക്കും. ഇതിങ്ങനെ മേലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓൾറെഡി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഈ കൈ ഇങ്ങനെ ഒന്നും പോവും. അത് നിനക്കായാലും പോവും, ഒറ്റവളെ അത് പോവും. അപ്പം ഈ ബാഗ് താഴത്തേക്ക് പിടിക്കുമ്പോൾ ഈ കൈ ഫ്രണ്ടിലുള്ള ആൾക്കാരുടെ ബാക്കിലൊക്കെ പോയി തട്ടാൻ സാധ്യത. ഞാനാണെങ്കിലും എപ്പോഴും ബസ്സിൽ കയറുമ്പോൾ എൻ്റെ കയ്യിലാണ് ബാഗ് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൊന്തിച്ച് പിടിക്കും. ഈ സൈഡിൽ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടുള്ള സമയത്ത് മേത്ത് തട്ടുന്നുണ്ടോ ഒന്നും അറിയാം. കാരണം ഇറങ്ങായിരിക്കും, അല്ലെങ്കിൽ ബസ്സിൽ തിരക്കായിരിക്കും, ഇവിടെ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നും കൂടി നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു പൊസിഷനിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ഇവള് കാരണം ആ കുടുംബം അനാഥമായി. അയാളുടെ അച്ഛൻ അമ്മ കരച്ചിലൊക്കെ കണ്ട സഹിക്കില്ല കേട്ടോ. എന്തിനാ മുത്തേ ചെയ്തെന്ന് അമ്മ കരയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ കഴിയും ഒരമ്മൻ്റെ വേദന എന്താ. എന്തിനൊക്കെ കർമ്മ എന്നുള്ളത് ഒന്നുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടേ മോളെ നീ പോവുള്ളൂ. ഇനി ഇതേപോലുള്ള ചട്ടകളിൽ ഇനിമേൽ സോഷ്യൽ മീഡിയയിൽ വെച്ച് പുലർത്തരുത്. അന്യൻ്റെ ജീവൻ എടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇതിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല.